ഹായ് ഡിയേഴ്സ്, അബേരി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് പെട്ടെന്നല്ലേ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ തീർന്നത്. ഒരു 2 ആഴ്ചയോളം ഏകദേശം അവധി കിട്ടിയായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തീരുകയും ചെയ്തു അല്ലേ. രാവിലെ പത്രം എടുക്കാൻ വേണ്ടി ഡോർ തുറന്നപ്പോഴൊക്കെ നല്ല തണുപ്പ് കേട്ടോ. അതുകൊണ്ട് അപ്പം തന്നെ ഡോറങ്ങ് അടച്ചു കേട്ടോ. പിന്നെ ഇതേ രാവിലെ ചോറൊക്കെ അടപ്പം കിടന്ന് തിളയ്ക്കുന്നുണ്ട്. കൂർക്ക വളർത്തിയതാണെന്ന് കറിയ, പിന്നെ മീൻ കറിയും കേട്ടോ. അപ്പൂസ് എണീറ്റ് വന്ന് എൻ്റെ തോള കിടക്കുവാണേ. ഇത്തിരി നേരം എൻ്റെ തോള കിടക്കും, എന്നിട്ടാണ് നല്ല മൂടൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ കൂർക്കയൊക്കെ വളർത്തി ചായയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ റെഡിയായി. ഇനി ഇതേ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ടിഫിൻ ബോക്സെല്ലാം വീണ്ടും പറക്കിയെടുക്കുകയാണ്. അങ്ങനെ അപ്പൂസ് ഇതേ റെഡിയായിട്ട് ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ അടച്ചു കൊടുക്കാൻ നോക്കിയിട്ട് എന്നെ സമ്മതിക്കില്ല. താഴെ പോയപ്പോൾ ഞാൻ ഒന്ന് അടച്ചു. അപ്പോൾ അത് അവൻ തുറന്നിട്ട് അവന് തന്നെ ഫുൾ അടയ്ക്കണം എന്ന് പറഞ്ഞ് അവൻ ഫുൾ അടച്ചു കേട്ടോ. അങ്ങനെ ദേ ചേട്ടായിക്കാണ് ഇന്ന് നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പോൾ ചേട്ടായുടെ ചോറൊക്കെ ആദ്യം പാക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അബിക്കാണ് അടുത്ത സ്കൂൾ ബസ് നേരത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അപ്പൂസിന് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറും കറികളൊക്കെ എല്ലാം എടുത്തു വെച്ചു. അവരവരുടെ ബാഗിൽ തന്നെ കൊണ്ട് വയ്ക്കുകയോ ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പൂസിൻ്റെ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൂസിന് എൻ്റെ ബാഗിലെടുത്ത് വെക്കാൻ കേട്ടോ. അത് ഞാൻ എടുത്ത് വെക്കാൻ സമ്മതിക്കില്ല, അവൻ സ്വന്തമായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴാണ് വെള്ളം വെക്കാൻ മറന്നു എന്ന് കണ്ടത്. പിന്നെ വെള്ളം എടുത്ത് വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചു. അങ്ങനെ 2 പേരും ഷൂ ഒക്കെ ഇട്ട് ഇനി ബാഗ് എടുത്ത് കൊടുക്കാൻ അബി പറഞ്ഞപ്പോൾ അത്രയും വെയിറ്റുള്ള ബാഗ് അതും അവന് തന്നെ എടുത്ത് കൊടുക്കണം എന്നുള്ള വാശിയിൽ അവൻ സ്വന്തമായിട്ട് എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ പൊങ്ങിയില്ല. അപ്പം പിന്നെ ഞാനും കൂടെ ഒന്ന് പിടിച്ച് സഹായിച്ചിട്ട് അബിക്ക് ബാഗ് കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി നടക്കാറുണ്ട് സ്കൂൾ ബസ് വരുന്നിടത്തേക്ക് പോയി കയറാനായിട്ട്. അപ്പൂസിന് സ്കൂൾ ബസ് വീടിൻ്റെ ഫ്രണ്ടിൽ വരും. അബിമോൾക്ക് സ്കൂൾ ബസ്സിൽ കയറണമെങ്കിൽ ഇത്തിരി കൂടെ നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് പോവാണ് കേട്ടോ. നടന്ന് മടത്ത് പോകുന്ന ദൂരമൊന്നുമല്ല, ഇത്തിരി ഉള്ളൂ കേട്ടോ. അങ്ങനെ അബിമോളെ സ്കൂൾ ബസ്സിലാക്കിയിട്ട് അടുത്തത് അപ്പൂസിൻ്റെ സ്കൂൾ ബസ് വന്നു. അപ്പൂസിൻ്റെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ പിന്നെ ബാക്കി വന്ന മാവൊക്കെ എടുത്ത് പകർത്തി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴിയുമ്പോൾ ബാക്കി കിടപ്പുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഒരു 2 ആഴ്ചയോളമായി എനിക്ക് പനി പിടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ പനി ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രമാത്രം എന്നെ ഇരുത്തി കളഞ്ഞൊരു പനി. അത് കഴിഞ്ഞിട്ട് പാല് വന്നു. അപ്പോൾ പാലൊക്കെ പോയി എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി ഫ്രിഡ്ജിലേക്ക് അരിച്ചു വെച്ചു. അപ്പോഴേക്ക് അഭിമോക്കാണെങ്കിൽ ഒരു പൗച്ച് ഓർഡർ ചെയ്തിരുന്നു. അതും വന്നു. അതും വാങ്ങി ഞാൻ അവിടെ വെച്ചു കേട്ടോ. അവൾ വന്നിട്ട് പൊട്ടിക്കിട്ടെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ അരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പൂസ് എത്തി കേട്ടോ. അപ്പൂസ് എന്നും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യാറുള്ള കുറച്ച് റൂട്ടീൻസ് ഞാൻ കാണിക്കാം കേട്ടോ. കേറ് കേറ് ചെപ്പൂര് ചെപ്പൂര് ചെപ്പൂരിട്. ആ മിടുക്കൻ മടുപ്പന ഗുഡ് ബോയ് ആണല്ലോ. ഓ കത്തോവേ. ഓ wow, good boy. wow, മിടുക്കനാണല്ലോ. മിടുക്കനാട്ടാ, ഗുഡ് ബോയ്. വേർത്ത് കുളിച്ചല്ലോ കുഞ്ഞിനെ. മിടുക്കനാട്ടാ. വെച്ചത് മാറിപ്പോയാ. എനിക്ക് വയ്യ. വേർത്ത് കുളിച്ചെന്നല്ലോ കുഞ്ഞിനെ. ആ ഓക്കെ, അത് മതി. ഓക്കെ, ഗുഡ് ബോയ്. ഓക്കെ. ആ അത് വെള്ളം ഉണ്ടോ? വെള്ളം കുച്ചില്ലേ കുഞ്ഞ്? അത് വെള്ളം ഉണ്ടോ ഇനി? ഇത്തിരി വെള്ളമേ ഉള്ളൂ. കുച്ചോ. വെള്ളം ഉണ്ടാ?
ആ മോൻ കുച്ചാട്ടാ ഇത് കൊണ്ടുപോക്കട്ടെ. എന്നും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ എല്ലായിടത്തും കാണിച്ചു തരുവേ. അപ്പോഴേക്കും അഭിമോളും ചേട്ടായും വന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണേ. അടുത്ത വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം കേട്ടോ.